നമസ്കാരം. മിസ്റ്റിക് സ്കൂൾ ഓഫ് അവയർനെസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കാലികമാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ 3-4 വർഷങ്ങളായി, ഒരു 5 വർഷത്തിലധികമായി നമ്മുടെ അടുത്ത് വരുന്ന രോഗികളുടെ, പ്രത്യേകിച്ചും ഫാമിലി പ്രോബ്ലംസും കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി വരുന്ന രോഗികൾ, ഇങ്ങനെ വരുന്ന ക്ലയൻസിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്ന, വല്ലാതെ കൂടി വരുന്ന ഒരു പ്രശ്നമാണ് ദാമ്പത്യത്തിൽ ചില അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വല്ലാതെ കൂടിക്കൂടി വരികയാണ്. അതിലേറ്റവും കൂടുതലുള്ള ഒരു കാര്യം ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, അവരുടെ വിവാഹേതര ബന്ധങ്ങൾ, അവരുടെ ദാമ്പത്യത്തിന് പുറത്തുള്ള, വിവാഹത്തിന് പുറത്തുള്ള ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മറ്റ് ബന്ധങ്ങളും അതിരുവിട്ട മറ്റ് സൗഹൃദങ്ങളും ഒക്കെ ഈ അടുത്ത കാലത്ത് വല്ലാതെ കൂടിക്കൂടി വരികയാണ്. പല ചർച്ചകളിലും പല ക്ലാസ്സുകളിലും നമ്മൾ ലെക്ചേഴ്സൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട്, എന്താണ് ഇത്രയും കാലത്ത് ഇല്ലാത്ത രീതി ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നത്, എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം? ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൻ്റെ എണ്ണം മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വർദ്ധിക്കുന്നത്, അതിനുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാരണങ്ങൾ, ഒരു 15 കാരണങ്ങൾ ഞാനിവിടെ പറയാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ ഉണ്ട് റൈറ്റ് സൈഡിൽ താഴെ, ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണ് വർദ്ധിച്ചു വരുന്ന ദാമ്പത്യ ബന്ധങ്ങളിലെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം? എന്തുകൊണ്ട് എക്സ്ട്രാ മാരിറ്റൽ അഫയർ, വിവാഹേതര ബന്ധങ്ങൾ ഇങ്ങനെ കൂട്ടി വരാനുള്ള കാരണങ്ങൾ? നമുക്ക് അതിലെ ആദ്യത്തെ കാരണത്തിലേക്ക് പോയാൽ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്: പ്രണയം നിലനിർത്താനുള്ള മനുഷ്യന്റെ കഴിവ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും അതുവരെ അവർ വിവാഹ സമയത്ത് അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രണയത്തിലായിരുന്ന സമയത്ത്, വിവാഹം കഴിഞ്ഞ ആദ്യകാലങ്ങളിൽ, ആദ്യത്തെ കുറച്ച് സമയം, കുറച്ച് വർഷങ്ങൾ അവരുടെ ഇടയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രണയം, ഒരു സ്നേഹബന്ധം നിലനിൽക്കും. പിന്നീട് കുറച്ച് കഴിഞ്ഞ് കുട്ടികളൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞ് കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ അവരുടെ ഇടയിലുള്ള ആ ഒരു പ്രണയം നിലനിർത്താനുള്ള കഴിവ് കുറയുന്നു. അവരുടെ ഇടയിൽ പ്രണയത്തിന് പകരം കുറേ പരാതികളും പരിഭവങ്ങളും പരസ്പര കുറ്റപ്പെടുത്തലുകളും മാത്രമായി മാറുന്നതാണ് ഇത്തരം എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൻ്റെ ഏറ്റവും പ്രധാന കാരണമായി നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ കാരണം, ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്രായ വ്യത്യാസമാണ്, ഏജ് ഗ്യാപ്പ്. ഇപ്പോഴാ ഏജ് ഗ്യാപ്പ് വളരെ വളരെ കുറവാണ്. ഇപ്പോഴും വിവാഹം കഴിക്കുന്നവർ രണ്ടുപേരും 1-2 വർഷം വ്യത്യാസവും അതിലധികമൊന്നും പോവില്ല, 2-3 വർഷത്തിലധികമൊന്നും പോവില്ല. ഇപ്പോഴും സാധാരണഗതിയിൽ ഏകദേശം സമപ്രായക്കാരാണ് വിവാഹം കഴിക്കാറ്. എങ്ങനെ വന്നു കഴിഞ്ഞാലും അവർ ഒരേ ജനറേഷനിൽ, ഒരേ തലമുറയിലുമാണ്. പണ്ട് കുറച്ചും കൂടെ മുമ്പ് അങ്ങനെയല്ല, 10 വർഷം 5 വർഷമൊക്കെ ഗ്യാപ്പ് ഉണ്ടാകുമായിരുന്നു. ഇത് വിവാഹം കഴിക്കുന്ന ഒരു കാലത്ത് അത് അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല.
ഒരു 20 വയസ്സ് 21 വയസ്സുള്ള ഒരു പെൺകുട്ടി 29 വയസ്സ് 30 വയസ്സുള്ള ഒരാൾ വിവാഹം കഴിക്കുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല ആദ്യകാലത്ത്. പക്ഷെ ജീവിതം പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ആ ഒരു പെൺകുട്ടിക്കുള്ള ഭാര്യയ്ക്ക് ഒരു 35 വയസ്സ് 40 വയസ്സാണെന്നായിരിക്കും. അപ്പോൾ ഭർത്താവിന് ഒരു 50 വയസ്സാണെങ്കിൽ, ഭാര്യയ്ക്ക് ഒരു 45 വയസ്സാകുമ്പോൾ ഭർത്താവിന് ഒരു 55 വയസ്സാണെങ്കിൽ പ്രശ്നങ്ങൾ കുറവാണ്. സ്വാഭാവികമായും ആ സമയത്ത് നമ്മുടെ ശാരീരികമായിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ടാവും. പ്രായം കൂടിയ ആൾക്കാർക്ക് മെല്ലെ മെല്ലെ ഏജിങ്ങിലേക്ക് പോകാൻ. ഈ ഏജുകളുടെ വ്യത്യാസം അത് ശാരീരികമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമല്ല. നമ്മൾ ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ, നമ്മൾ പഠിക്കുന്ന, പിന്നീടുള്ള നമ്മൾ ജോലി ചെയ്യുന്ന, അങ്ങനെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ വർഷങ്ങളുടെ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാറില്ലേ, ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നത്തിനെ നമ്മൾ സമീപിക്കുന്ന രീതി, അതിനെ ഉൾക്കൊള്ളുന്ന രീതിയൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏജ് ഗ്യാപ്പാണ് ഇതിൻ്റെ പ്രധാനമായ രണ്ടാമത്തെ കാരണമായി നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ കാരണം പരസ്പരം അംഗീകരിക്കാത്തതാണ് ഏറ്റവും വലിയ അടുത്ത കാരണം. ഭാര്യയിലെ ഭർത്താവിനെ മറ്റേയാൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അംഗീകാരം ലഭിക്കുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിന് കിട്ടാത്ത അംഗീകാരം സ്വാഭാവികമായിട്ടും പുറത്തുള്ള ഒരാൾ അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ ആ അംഗീകാരം നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും. ഇല്ലെങ്കിൽ ഭാര്യ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ഭർത്താവിനെ അംഗീകരിക്കാത്ത ഒരാളാണെങ്കിൽ ഭർത്താവിന് പുറമെ നിന്ന് അങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ അയാൾ ആ അംഗീകാരത്തിന് പോകുന്നതാണ് അടുത്ത കാരണം. ഇനി നാലാമത്തെ കാര്യം, അത് കുറെ കൂടെ ഇമോഷണലാണ്, കുറച്ചും കൂടെ വൈകാരികമായിട്ടുള്ള കാര്യം. ഒരു വിവാഹ സമയത്ത് നമുക്ക് നമ്മുടെ പാർട്ണറെ കുറിച്ച്, ജീവിത പങ്കാളിയെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ഒരാളായിരിക്കണം. അതുപോലെ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. അങ്ങനെ പരസ്പരം പറയാനും സംസാരിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഓരോ ആൾക്കാർ. എന്നാൽ വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഇവരുടെ ഇടയിലുള്ള ഈ സംസാരം ഇല്ലാണ്ടാവുന്നു. അവർ പരസ്പരം കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. നമ്മുടെ കൂടുതൽ സ്ത്രീകളോട് ചോദിച്ചാൽ അവർ പറയും, ഇല്ലെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് പുറത്തുള്ള ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാൻ 100 നാവാണ്, പക്ഷെ ഞാൻ പറയുന്നത് മാത്രം കേൾക്കില്ല. ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കില്ല, പത്രം നോക്കിക്കൊണ്ടിരിക്കില്ല, TV കണ്ടുകൊണ്ടിരിക്കില്ല. അങ്ങനെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരു സ്പൗസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും മറ്റ് സൗഹൃദങ്ങളിലേക്കും മറ്റ് ബന്ധങ്ങളിലേക്കും നീളാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ നമ്പർ 5, സോഷ്യൽ മീഡിയ. ഈ അടുത്ത കാലത്ത് ഇത്തരം ബന്ധങ്ങൾ കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ സമൂഹ മാധ്യമങ്ങളാണ്, സോഷ്യൽ മീഡിയ. നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റ, ഇങ്ങനെ കുറേ വരികയാണ്. അതായത് അവിടെ നമുക്ക് വെർച്വലായിട്ട് നമ്മൾ അതുവരെ കാണാത്ത ഒരാൾ, മുഖമില്ലാത്ത, പേരില്ലാത്ത ഒരാൾ, സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത ഒരാൾ, ഒരു എക്സിസ്റ്റൻസ്, നിലനിൽപ്പില്ലാത്ത ഒരാൾ. ഒരാൾ ഫേസ്ബുക്കിൽ അയാളുടെ DP ഒക്കെ അയാൾ എന്ത് ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും അത് അയാൾ തന്നെയാണെന്ന് നമുക്കൊരു നിർബന്ധമില്ല. പലരോടുന്നത് സ്വന്തം ഫോട്ടോ അല്ലല്ലേ, നല്ലൊരു ശതമാനം ആൾക്കാർ സ്വന്തം ഫോട്ടോ അല്ല, അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു പിക്കാണുള്ളത്. അങ്ങനെ പരസ്പരം നമ്മുടെ വ്യക്തിത്വങ്ങളെ നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് കണക്റ്റഡ് ആവാനുള്ള നല്ലൊരു സാധ്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ. ഇപ്പം വീട്ടിൽ നിന്ന് ഭർത്താവ് ഇല്ലേ ഭാര്യയുടെ വലിയ റെക്കഗ്നേഷൻ ഒന്നും കിട്ടുന്നില്ല. ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, TV കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, ഇല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നു, കിടന്നുറങ്ങുന്നു. കൂടുതൽ നമ്മളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. ആ സമയത്ത് നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്കൊരു മെസ്സേജ് വരില്ലേ, വാട്സപ്പിൽ ഒരു മെസ്സേജ്, ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷം, രാവിലെ ഭക്ഷണം കഴിച്ചോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ, ഇന്ന് എന്തായിരുന്നു ഭക്ഷണം, ഇന്ന് എന്തൊക്കെയാണ് കറികൾ, ഇന്ന് എന്ത് ഡ്രസ്സാണ് ഇട്ടത്, എന്താണ് ഇന്ന് ഭയങ്കര ഒരു മൂടിയേറ്റിരിക്കുന്നത്, തീരെ സുഖമല്ലേ, തലവേദന ഉണ്ടോ, വയ്യേ, ഇങ്ങനെയൊക്കെ നമ്മുടെ സുഖവിവരങ്ങൾ ഒരാൾ തുടർച്ചയായിട്ട് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ വ്യക്തിയിൽ കൂടുതൽ കംഫർട്ടബിൾ ആണ്.
അതുപോലെ തന്നെ നമ്മൾ എന്താ ചിലപ്പോൾ അതൊരു വിവരക്കേടായിരിക്കും. ഒരു 4 വരി എഴുതി വിട്ട് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ കമന്റ് വാവ് സൂപ്പർ ഗ്രേറ്റ് ഭയങ്കര കയ്യടിക്കുകയായിരിക്കും. അതെന്ത് തന്നെയാണെങ്കിലും നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് കിട്ടുന്ന കയ്യടി, ഇതൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ വേണമെങ്കിൽ ഈ പറയുന്നത് പോലെ, തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ, സ്വന്തം ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു കെയറും ലാഭവും കിട്ടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ കിട്ടുന്ന വെർച്വലായിട്ടുള്ള അഭിനന്ദനങ്ങളും കരുതലുകളും കെയറൊക്കെ അവരെ തീർച്ചയായിട്ടും പലപ്പോഴും അതിരുവിട്ട സൗഹൃദങ്ങളിലേക്ക് അവരെത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അടുത്ത കാലത്ത് അത് വല്ലാതെ വർദ്ധിച്ചു വരുന്നതിന് ഒരു പ്രധാന കാരണമായി തന്നെ നമ്മുടെ ഈ സമൂഹ മാധ്യമങ്ങളെ നമുക്ക് പറയാം. അപ്പോൾ നമ്പർ 6, ഇത് ഫാൻറ്റസിയാണ്. നമ്മൾക്കൊക്കെ കുറേ ഫാൻറ്റസികളുണ്ടാവും. അപ്പോൾ ഫാൻറ്റസി ടൈപ്പ് പേഴ്സണാലിറ്റിയുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അയാൾക്ക് ധാരാളം പുതിയ പുതിയ ഫാൻറ്റസികളിലേക്ക്, സ്വപ്നലോകത്തിലേക്ക് സഞ്ചരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ ഈ ഒരു ഫാൻറ്റസികളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, ഈ ഒരു സ്വപ്നങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പുതിയ മേച്ചുപ്പുറങ്ങൾ തേടുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. 7ാമത്തത്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിലുള്ള വൈകാരിക ബന്ധം, ഇമോഷണൽ ബോണ്ടേജ്, അത് വല്ലാതെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലാണ്, ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 2 വ്യക്തികളുടെ ഇടയിൽ നമ്മൾ പറയില്ലേ, ഒരു ഇടയടുപ്പം എന്ന് പറയുന്നത്, ഒരു ഇമോഷണൽ ബോണ്ടേജ്, പരസ്പരം ചേർന്ന് നിൽക്കുന്ന വൈകാരികമായ ഒരവസ്ഥ. ഈ ഒരു ബോണ്ടേജ് എന്ന് പറയുന്നത് അവർ തമ്മിൽ ആ ഒരു വൈകാരിക ബന്ധത്തിൻ്റെ ദൃഢത കുറയുന്നതാണ് മറ്റൊരു കാരണം. 8ാമത്തെ കാരണമായിട്ട് നമ്മൾ പറയുന്നത് ലൈംഗികതയിലുള്ള, സെക്സിലുള്ള പങ്കാളിയുടെ, ഇണയുടെ താല്പര്യക്കുറവാണ്. അത് ഭാര്യയുടേതാണെങ്കിലും ഭർത്താവിൻ്റെതാണെങ്കിലും. ജീവിതത്തിൻ്റെ കുറച്ച് കാലം നമ്മൾ ഒരുപാട് അധ്വാനിച്ചൊക്കെ കഴിഞ്ഞായിട്ട് നമ്മൾ ഒരുപാട് ഡ്രെയിൻഡായിട്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ശാരീരികമായി പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളുടെ, നമ്മുടെ സ്ട്രെസ്സ്, നമ്മുടെ മാനസിക സംഘർഷങ്ങളുടെ ഒക്കെ ഇടയിൽ ഭാര്യയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഭർത്താവിനാണെങ്കിലും അവർക്ക് സെക്സിനോടുള്ള, ലൈംഗികതയോടുള്ള താല്പര്യം കുറഞ്ഞതാണ്. ഈ സെക്സിലുള്ള താല്പര്യക്കുറവ് തീർച്ചയായും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നുള്ള ഒരു പ്രധാന കാരണമായി നമുക്ക് കണക്കാക്കാം. 9ാമത്തെ കാര്യം, ഇത് ഒറ്റയടിക്ക് നമുക്കിത് വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഒരു പരിധി വരെ ടു സെർട്ടൻ എക്സ്റ്റെന്റ്. അതായത് വർക്ക്ഹോളിസം എന്ന് പറയാം. ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ന്യായീകരണം പൂർണ്ണമായും ശരിയാണ്. എന്താണ് വർക്ക്ഹോളിസം? വർക്ക്ഹോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജോലിയിലേക്ക്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ഫുള്ളി 100% മുതൽ ഇൻവോൾവ് ആവുന്ന ഒരവസ്ഥയാണ് വർക്ക്ഹോളിസം. എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ വർക്കിൽ, നമ്മളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിനെ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും 24 മണിക്കൂർ, ഇപ്പം ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓഫീസ് വിട്ടിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഓഫീസ് ഫയലൊക്കെ ആയിട്ടായിരിക്കും വരിക. ഇല്ലെങ്കിൽ IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ വീട്ടിൽ ഈ ലാപ്ടോപ്പ് കൊണ്ടുവരും. എന്നിട്ട് വീട്ടിൽ നിന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പങ്കാളി ഇങ്ങനെ ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇടയിലുള്ള, ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞ ഒരു ഇമോഷണൽ ബോണ്ടേജ്, അല്ലെങ്കിൽ പരസ്പരമുള്ള കെയറിംഗ് ഉണ്ടാകും. ഇതിനൊന്നും സമയം ഉണ്ടാവില്ല ജീവിതം ആസ്വദിക്കാനും ജീവിതത്തിൻ്റെ കുറേ സ്നേഹപൂർണമായ പരസ്പരമുള്ള ഇടപെടലുകൾക്ക് സമയം കുറഞ്ഞു വരുന്നു. അടുത്തത്, ചില വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ വെറൈറ്റീസിന്, വൈവിധ്യങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ ധാരാളം പേരുണ്ട്. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു വെറൈറ്റി വേണം. എക്സ്പെരിമെൻ്റലായിട്ട് കുറച്ചുകൂടെ പരീക്ഷണങ്ങൾ ചെയ്ത് എല്ലാ ദിവസവും ഒരു പുതുമ വേണം, ഒരു നോവൽറ്റി വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും റൊമാൻസിൻ്റെയും സെക്സിൻ്റെയൊക്കെ കേസിലാണ്. അങ്ങനെയുള്ളവരെ സാധാരണഗതിയിൽ നിന്നും മാറി കുറച്ചുകൂടെ മാറിയിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്താനും പുതുമയ്ക്കൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ്. ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഈ വ്യക്തികൾ ഈ സമയത്താണ് നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ ഇൻ്റർനെറ്റിലുള്ള നമ്മുടെ പോൺ സൈറ്റുകൾ,
നമ്മൾ വായിക്കുന്ന കഥകൾ, നമ്മുടെ മാധ്യമങ്ങളൊക്കെ നമ്മളുടെ സ്വാധീനം ചെലുത്തുകയും ഈ ഒരു മാറ്റത്തിനും പുതുമയ്ക്കും വേണ്ടിയാണ് പലപ്പോഴും ഇവർ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിന് വേണ്ടി പോകുന്നത്. 11ാമത്തത്, ഇത് ഒരേ സമയം വൈകാരികമായും കുടുംബ ബന്ധങ്ങളും അധികാരവും സാമ്പത്തികവുമായൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇവിടെ സംഭവിക്കുന്നത് കുട്ടികളിലേക്കുള്ള കൂടുതൽ ഫോക്കസാണ്, കൂടുതൽ അറ്റൻഷൻ. നമ്മുടെ ഭാര്യയ്ക്ക് ഭർത്താവിനെ ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിക്കാതെ കൂടുതലും കുട്ടികളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ഇത് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ പഠനം, അവരുടെ ഭാവി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. ഇനി ഈ രക്ഷിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ അവർക്ക് വേണ്ടി മാത്രമല്ലേ ജീവിക്കുന്നത്, അതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും അവരൊന്ന് സെറ്റിലാക്കാനുള്ള, കരയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങളുണ്ട്. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ കുട്ടികളിലേക്കുള്ള അമിതമായ ശ്രദ്ധ അത് നമ്മളുടെ പങ്കാളിക്ക് ഒരു അവഗണനയുണ്ടാക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ അതൊക്കെ കുറയ്ക്കണം. മറ്റൊരു വശമുണ്ട്. ഇവിടെ സംഭവിക്കുന്നത്, അതുവരെ നമ്മുടെ കുടുംബത്തിലുള്ള അധികാര സ്ഥാനത്തുള്ള ഒരാളുണ്ടായിരിക്കും. നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിൽ അത് കൂടുതൽ ഭർത്താവാകാനാണ് സാധ്യത. ജോലി ചെയ്ത് കുടുംബമൊക്കെ നോക്കി, വീടൊക്കെ ഉണ്ടാക്കി, കുട്ടികളുടെ പഠിപ്പൊക്കെ നടത്തി, ഇങ്ങനെ ഒരുപാട് അധ്വാനിച്ച് അതിൻ്റെ സ്ട്രെസ്സോടൊക്കെ ജീവിച്ചു പോകുന്നത് ഭർത്താവ്. ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്കും അയാളുടെ രീതികൾക്കനുസരിച്ചും ജീവിക്കുന്ന ഒരു ഭാര്യ. ഇങ്ങനെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ കുട്ടികളൊക്കെ പഠിച്ച് വലിയ ആൾക്കാരായി, അവർക്ക് ജോലിയൊക്കെ കിട്ടി, അവർക്ക് നല്ല വരുമാനമൊക്കെ കിട്ടാൻ തുടങ്ങി, ചിലപ്പോൾ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അവരുടെ ജീവിതശൈലി നമ്മളുടെ ജീവിതശൈലിയിൽ നിന്ന് വളരെ വ്യത്യാസം ഉണ്ടാകും. 13ാമത്തെ കാരണം, ഭാര്യയ്ക്കല്ലേ ഭർത്താവിന് അവരുടെ ജീവിതത്തിലൂടെ അവരനുഭവിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് തോന്നുകയാണ്, ഒരു കാരണവശാലും ഒരുമിച്ച് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പങ്കാളിയാണ്, ഒരു ഹസ്ബൻഡാണ്, ഒരു വൈഫാണെങ്കിൽ ഞങ്ങളുടെ യാതൊരു ഇഷ്ടങ്ങളും തമ്മിൽ ഒരു ചർച്ചയില്ല, ഒരു കാരണവശാലും ഒരുമിച്ച് പോകാൻ പറ്റില്ല, യോജിച്ച് പോകാൻ പറ്റില്ല. നമ്മുടെ എല്ലാ താല്പര്യങ്ങളും വ്യത്യാസമാണ്, നമ്മുടെ ജീവിത രീതി, ഇഷ്ടങ്ങൾ, ഇഷ്ടക്കേടുകൾ എല്ലാം വ്യത്യാസമാണെങ്കിൽ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതും പുതിയൊരു ബന്ധത്തിലേക്ക് അവരെത്തിപ്പെടാനുള്ള ഒരു കാരണമാണ്. ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവരോട് പറയും, രക്ഷിതാക്കളോടും സുഹൃത്തുക്കളോടും വെൽവിഷേഴ്സിനോടൊക്കെ പറയും, നിങ്ങൾ പരമാവധി ശ്രമിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു കൗൺസിലർ എടുത്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക. പരമാവധി നമ്മൾ ശ്രമിക്കുക, നമ്മളെല്ലാവരും ശ്രമിക്കുക. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യാനോ വീണ്ടും പുതിയൊരു ജീവിതം തുടങ്ങാനൊക്കെ നമ്മൾ പരമാവധി അവരെ പ്രേരിപ്പിക്കും. എന്നിട്ടും 2 പേർക്കും തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് മനസ്സിലാവുകയാണ്, ഒരു കാരണവശാലും എനിക്ക് യോജിച്ച് പോകാൻ പറ്റുന്നില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഏറ്റവും നല്ലത് അവരെ വേർപിരിയാൻ അനുവദിക്കുക. 2 പേരും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. 14ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയങ്കര മടിയാണ്. ഇത് കൂടുതലും ഇത് പുരുഷന്മാരുടെ കാണുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് പേർക്ക് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അടിച്ച് പൊളിച്ചവർ ജീവിക്കും. അത് കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഒക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. ഇല്ലെങ്കിൽ ഒരു പുതിയ വീടുണ്ടാക്കണം, അതിന് ലോണ് വേണം, പുതിയ വണ്ടി വേണം, അതിന് ലോൺ അടയ്ക്കണം, ഇല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ കുടുംബക്കാരുടെ ഒക്കെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, അവിടെ പോകണം, ഇവിടെ പോകണം, മാർക്കറ്റിൽ പോകണം, റേഷൻ വാങ്ങണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള കുറേ പേരുണ്ട്. ധാരാളം സ്ത്രീകൾ ആ ഒരു പരാതി പറയാറുണ്ട്. കുട്ടികളുടെ ഒരു കാര്യത്തിലും ഭർത്താവ് ഇടപെടില്ല. അവരുടെ ഡ്രസ്സിങ്, അവരെ ഒരുക്കുക, അവരെ സ്കൂളിൽ വിടുക, അവരുടെ പഠന കാര്യങ്ങൾ. എന്തിനാണ് പറയുന്നത്, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികളെ പഠിപ്പിച്ചിട്ട് ഒരു തവണ പോലും, ഒരിക്കൽ പോലും അവരുടെ സ്കൂളുകളിലുള്ള ഒരു രക്ഷാകർത്തൃ മീറ്റിങ്ങിന് ഒരിക്കൽ പോലും പോകാത്ത ധാരാളം അച്ഛന്മാരുണ്ട്. അങ്ങനെ എല്ലാ ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നവർ
ഷോപ്പിൽ പോകണമെങ്കിൽ റേഷൻ കട നീ പോയി വാങ്ങിക്കുമെന്ന് ഭാര്യനോട് പറയും. ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ പറയും നീ കുട്ടികളെ വലിച്ചിട്ട് പോയിക്കോ, എനിക്ക് എന്തെങ്കിലും വയ്യാന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നവരുടെ പങ്കാളികൾ സ്വാഭാവികമായിട്ടും മറ്റ് സൗഹൃദങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, മറ്റ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല, ഈ പങ്കാളി സ്വയം മാറിയിട്ടില്ലെങ്കിൽ. ഇനി ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ മടിയുള്ള ആൾക്കാരും ചിലപ്പോൾ ഇങ്ങനെ മറ്റ് റിലേഷനുകളിലേക്ക് പോകും. എന്തുകൊണ്ടാണ് അവർ പോകുന്നത്? കാരണം കുറച്ച് സമയം മാത്രം ഒരാളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നു. ചില ആൾക്കാർ നമ്മുടെ അടുത്ത് പറയാറുണ്ട്, വീട്ടിലേക്ക് പോകുന്ന ഒരു താല്പര്യമില്ല, പോയി കഴിഞ്ഞാൽ വെറും പരാതികളാണ്. അവിടെ കാശ് കൊടുക്കണം, അവിടെ കാശ് കൊടുക്കണം, ചിട്ടി അടയ്ക്കണം, ഇൻഷുറൻസ് അടയ്ക്കണം, ലോൺ അടയ്ക്കണം, കുട്ടികളുടെ കാര്യം, കുട്ടികളെ പഠിപ്പിക്കുന്നില്ല, സ്കൂളിൽ നിന്നുള്ള പരാതികൾ, ഇങ്ങനെ ധാരാളം പരാതികൾ കേട്ട് മടുത്ത് ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും? അതുവരെ കുറേ സമയമൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്യും, രാത്രി ലേറ്റ് ആകുമ്പോൾ വീട്ടിൽ പോകും. ഈ സമയത്ത് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഉള്ളൊരു കാര്യമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഉള്ള സൗഹൃദങ്ങൾ, സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുമായിട്ടുള്ള സൗഹൃദങ്ങൾ, ഇല്ലെങ്കിൽ പുതിയൊരു ഫ്രണ്ട്. ഇങ്ങനെ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിൻ്റെ കേസിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയുള്ളവർ, ഇങ്ങനെയുള്ള വ്യക്തികളെ സഹിച്ച് മടുത്തവർ ചിലപ്പോൾ മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുന്നത് കാണാറുണ്ട്. ഇനി 15ാമത്തെ കാരണം, അത് മറ്റൊന്നുമല്ല, സാധ്യതകളാണ്, പ്രോക്സിമിറ്റീസ്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് നമ്മുടെ ടെക്നോളജി, നമ്മുടെ സാങ്കേതിക വിദ്യ വല്ലാതെ വളർന്നു കഴിഞ്ഞിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു 14 കാരണങ്ങൾ നമ്മളുടെ കുടുംബത്തിലൊരു ദാമ്പത്യത്തിൽ ഉണ്ടെങ്കിൽ പോലും പുതിയ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കാനുള്ള സാധ്യതകൾ ഇന്ന് നമ്മൾ കാണുന്ന അത്രത്തോളം കുറേ വർഷങ്ങൾക്ക് മുമ്പില്ലായിരുന്നു. അന്ന് നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടർ വേണം, ലാപ്ടോപ്പ് വേണം, ഇൻ്റർനെറ്റ് കഫേയിൽ പോകണം. നിലവിലുള്ള സാഹചര്യത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സ്മാർട്ട് ഫോൺ, ഒരു മൊബൈൽ ഫോൺ മതി നമുക്ക് ലോകം മുഴുവൻ നമ്മുടെ കൈപ്പിടിയിലാണ്. ഇന്ന് നമ്മുടെ മുന്നിൽ ലഭ്യമായ സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ്, ഈ ഓപ്പർച്യൂണിറ്റീസാണ് ഇത്തരത്തിലുള്ള ഓൾറെഡി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്, കാരണങ്ങളുണ്ടെങ്കിൽ, നീതീകരിക്കാവുന്ന കാരണങ്ങളുണ്ടെങ്കിൽ ഈ കാരണങ്ങൾക്ക് ഒരു സാധ്യത കൂടെ വേണം. എനിക്ക് എന്തെങ്കിലും ഒന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല, അതിനൊരു സാധ്യത, ഓപ്പർച്യൂണിറ്റി വേണം. നിലവിൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളും ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റയും ടെലിഗ്രാമും ഇൻ്റർനെറ്റ്, അങ്ങനെ നമ്മുടെ മുന്നിൽ സാധ്യതകളുടെ വലിയൊരു ലോകം തന്നെ തുറന്നിട്ടുണ്ട്. ഈ സാധ്യതകളാണ് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിലേക്ക് വ്യക്തികളെ എത്തിക്കുന്നത്. ഇനി നമ്മുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്കോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്കൊക്കെ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. ഇത്തരം കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഈ കാരണങ്ങളുടെ, ഇതിൻ്റെ സാധ്യതകളെ മെല്ലെ മെല്ലെ ഇല്ലാതാക്കുക. അത് ചിലപ്പോൾ നമ്മളുടെ പെരുമാറ്റത്തിൽ, നമ്മളുടെ രീതികളിൽ, നമ്മളുടെ ചിന്തയിൽ നമ്മളൊരു ചെറിയൊരു മാറ്റം കൊണ്ടുവന്നതാണ്. നമ്മളുടെ പെരുമാറ്റത്തിൽ, നമ്മളുടെ ചിന്തയിൽ, നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ വളരെ ചെറിയൊരു മാറ്റം, ചെറിയൊരു കോംപ്രമൈസ്, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് വരാൻ സാധ്യതയുള്ള വലിയ വലിയ ദുരന്തങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് വളരെ സൗമ്യമായി രണ്ടുപേരും, ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിച്ച് അവരുടെ ഇടയിൽ കൃത്യമായ ഒരു ആശയവിനിമയം നടന്നു കഴിഞ്ഞ് പരസ്പരം കൺവിൻസ്ഡ് ആയിക്കൊണ്ട് മെല്ലെ മെല്ലെ വീണ്ടും പഴയ മധുരമുള്ള, റൊമാൻറ്റിക് ആയിട്ടുള്ള, സ്നേഹപൂർവമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് ഏവർക്കും എത്തിച്ചേരാൻ കഴിയും. ഈ വീഡിയോ
ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിലവിൽ ധാരാളം കുടുംബങ്ങളിൽ 10 ഫാമിലിയിൽ ഒരു ഫാമിലിയിലെങ്കിലും ഇത്തരം നിറയെ പ്രശ്നങ്ങളുണ്ട്. ഇത് കാണുന്ന നിങ്ങളുടെ ഫാമിലിയിലും ഇതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ധാരണ, ഒരു അവബോധം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഫാമിലിയിലുള്ള, നമ്മുടെ ഭാഗത്തുള്ള, നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുമ്പോൾ അതിൻ്റെ വളരെ ഏർലി സ്റ്റേജിൽ ഇവിടെ വെച്ച് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും നല്ല ആരോഗ്യപൂർണമായ, സ്നേഹപൂർവമായ, പരസ്പരം അറിഞ്ഞുള്ള, ചേർന്ന് നിൽക്കുന്ന നല്ലൊരു ദാമ്പത്യ ബന്ധത്തിലേക്ക്, നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് തീർച്ചയായും ഏതൊരാൾക്കും തിരിച്ചു പോകാൻ കഴിയും. എല്ലാവർക്കും സ്നേഹം. അതീഷ്.